മധുപാൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. മധുപാൽ, വളരെയധികം വിഷമമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മോഹൻലാലിൻ്റെ എന്ന് മാത്രമല്ല, മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇപ്പോൾ വിട പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ലാൽ സാറിന്റെ അമ്മ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു പര്യായം എന്ന് ഞാൻ പറ്റില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാരണം ഒന്നാമത് മോഹൻലാൽ സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. മാന്ത്രികം പോലെ, ഗുരു പോലെയുള്ള സിനിമകളൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലങ്ങളിലൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് പലപ്പോഴും ചെന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്മയുടെ സ്നേഹം കണ്ടിട്ടുണ്ട്. ഇത്രമാത്രം ഈ അവര് മോനെ എന്നുള്ളൊരു വിളിയിൽ പോലും എന്തുമാത്രം സ്നേഹമാണ് അറിയാമോ. അത് ആ സ്നേഹം ശരിക്ക് പൂർണ്ണമായിട്ടും മലയാളി അനുഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന വ്യക്തിയിലൂടെ അത് കിട്ടിയിട്ടുണ്ട്. ആ അമ്മയുടെ ഒരു വേർപാടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 16 ആയിരുന്നു എന്റെ അമ്മ മരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. കാരണം വളരെ ഈ നമ്മുടെയൊക്കെ ജീവിതത്തില് അമ്മയുടെ മരണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആ ശൂന്യത ഒരിക്കലും അവസാനിക്കില്ല. അത് നമ്മുടെ ജീവിതം ഉള്ളിടത്തോളം കാലം തന്നെ അത് നിലനിൽക്കും. കാരണം ആ ഒരു വേർപാടിന്റെ അകത്തു നിന്നും രക്ഷപ്പെട്ടു പോരുക, അല്ലെങ്കിൽ അത് മറന്നു കളയാൻ ഒരിക്കലും പറ്റില്ല എന്ന് അവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ ആ വേദന ശരിക്കും അക്ഷരാർത്ഥത്തിൽ ലാൽ സാറും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞൊരു 1.5 മാസം മുൻപ് 2 മാസത്തിനുള്ളിൽ നമ്മൾ അനുഭവിച്ചൊരു കാര്യങ്ങള്, ജീവിതകാലം മുഴുവൻ ഈ അമ്മയുടെ വേർപാട് നമ്മുടെ ഒരു വേദനയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം അതുണ്ടാക്കുന്ന ശൂന്യത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും കരകയറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അത് വിധിയാണ്, അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗത്തില് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കണ്ണീരർപ്പിക്കാനേ പറ്റുകയുള്ളൂ എന്നാണ്. ശ്രീ മധുപാൽ, അതുപോലെ തന്നെ ഒരു അമ്മ മകൻ ബന്ധം എങ്ങനെയായിരിക്കണം, അവരുടെ സ്നേഹം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ മലയാളികൾക്ക് കാണിച്ചു തന്ന ഒരു അമ്മയും മകനുമായിരുന്നു അത്. മോഹൻലാൽ അമ്മയുമായുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഉണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ലാൽ സാർ എല്ലായ്പ്പോഴും എവിടെ പോകുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ആ അമ്മയോട് അറിഞ്ഞിട്ടും ഒക്കെ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതൊരു എന്താ പറയുക, നമുക്ക് അത് കണ്ടനുഭവിക്കുക തന്നെ വേണമെന്നില്ല. ഞാൻ ഒരിക്കലും ഈ ഗുരു ഷൂട്ട് നടക്കുന്ന ഒരു സമയങ്ങളിൽ ഞാൻ ലാൽ സാറിന്റെ എന്നെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങളിൽ അമ്മ അതിന്റെ അടുത്ത് നിന്ന് നോക്കി പോയി വരാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അതൊക്കെ. ഒരു യാത്രയൊക്കെ നോക്കി കാണുമ്പോൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് അമ്മ നമ്മളെ ഓരോ കാര്യത്തിനും പറഞ്ഞു വിടുന്നത്. അത് ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. ആ അമ്മയും മകനും എന്നുള്ളത് മലയാളി മുഴുവൻ അറിയുന്നൊരു കാര്യം തന്നെയാണ്. എത്രയോ പ്രാവശ്യം ലാൽ സാർ എല്ലാ ഇടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു അമ്മയാണത്. എല്ലാ കാര്യങ്ങളിലും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അറിയുന്ന ഒരു അമ്മയാണെന്നുള്ളതാണ്. ആ അമ്മയുടെ വേർപാടെന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല എന്നുള്ളതാണ് സത്യം. ശ്രീ മധുപാൽ, അതുപോലെ തന്നെ അമ്മ കിടപ്പിലായിരുന്ന ഒരു സമയത്തെ പറ്റി മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനും അമ്മയും ഇപ്പോൾ സംസാരിക്കാറുള്ളത് കണ്ണുകളിൽ നോക്കിയാണ്. അമ്മയുടെ ആ ഒരു അവസ്ഥ മോഹൻലാലിനെ എത്രത്തോളം തളർത്തിയിരുന്നു എന്നുള്ളത് ആ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണല്ലേ? സത്യമാണത്. കാരണം ഒരുപാട് വർത്തമാനം പറയുകയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു അമ്മ മൗനമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണത്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ എന്നുള്ളതാണ്. നന്ദി ശ്രീ മധുപാൽ പ്രതികരിച്ചതിന്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, മോഹൻലാൽ അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം, അത്രയധികം സ്നേഹിച്ചിരുന്ന അമ്മ, മോഹൻലാലിനെ പോലെ തന്നെ നമ്മളൊക്കെ ഏറെ സ്നേഹിച്ചിരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്മയും മകനും എങ്ങനെയായിരിക്കണമെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്ന ആ അമ്മ ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ശ്രീ, കഴിഞ്ഞ കുറേ സമയമായിട്ട് നമ്മളിവിടെ തുടരുമ്പോൾ കാണുന്നത് വലിയ രീതിയിലുള്ള മോഹൻലാലിൻ്റെ ഒരു സൗഹൃദങ്ങൾ എല്ലാവരും തന്നെ ഇവിടേക്ക് വരുന്നു എന്നതാണ്. നേരത്തെ ശ്രീ മധുപാൽ സൂചിപ്പിച്ചതുപോലെ അവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ആഴം, അതായത് അമ്മയും മകനും തമ്മിൽ എത്രമാത്രം നമ്മൾ പറയില്ലേ കണക്റ്റഡ് ആണ് എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു ആഴം നമുക്ക് കണ്ടറിയാനും തൊട്ടറിയാനും കഴിയുന്നത് കൊണ്ട് തന്നെയാണ് പലരും വളരെ വളരെ പെട്ടെന്ന് ഇവിടേക്ക് വരികയും ഈ അന്തിമോപചാരം അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നത്. അല്പസമയം മുൻപ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇവിടെ
ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സംവിധായകൻ ഫാസിൽ, അതോടൊപ്പം തന്നെ ഗായകൻ MG ശ്രീകുമാർ തുടങ്ങിയവരെല്ലാവരും ഇവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. ഇവരെല്ലാവരും ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു വിയോഗം ഒരാളിൽ എത്രമാത്രം ആ ശൂന്യത സൃഷ്ടിക്കുന്നു എന്നത് അറിയാൻ കഴിയുന്നത് അവർ തമ്മിൽ എന്തുമാത്രം അടുപ്പമുണ്ട് എന്ന് ചുറ്റുപാടുകൾക്ക് ബോധ്യമുള്ളപ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യപ്പെടലിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ എത്രമാത്രം അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നുണ്ടാകും, വേദനിപ്പിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകും എന്നതെല്ലാം തന്നെ പറയുന്നത്. കാരണം ആരെല്ലാം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലർക്കാരും മറ്റു ചിലർ പകരമാകില്ല. അപ്പോൾ അതെല്ലാം തന്നെയാണ് ഈ ഓരോ വിയോഗവും അടയാളപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്കെല്ലാം ഈ ഒരുപക്ഷെ ഇത്രയധികം സമയം നമ്മളെല്ലാവരും മാധ്യമങ്ങളെല്ലാം ഈ ഒരു സമയം ചെലവഴിച്ച് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് രണ്ട് വ്യക്തികൾ അവരെത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, വാത്സല്യങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നത് കൊണ്ട് മാത്രമാണ്. മലയാളികൾ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയെയും മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അവർ എത്രയളവിൽ സ്നേഹം അദ്ദേഹത്തിന് പകർന്നു നൽകിയെന്ന് മലയാളിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവരുടെ ഓരോ വാക്കിലും വരിയിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ലാലു എന്ന നീട്ടിയുള്ള ആ വിളിയിൽ ആ ഒരു ഇമ്പവും ഈണവും താളവും എല്ലാം നിറയുന്ന ആ ഒരു വിളിയിലെല്ലാം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര കണ്ട ഇഷ്ടത്തോടുകൂടി മകനെ ചേർത്ത് വെച്ചിരുന്നു. ആ ഇഷ്ടം മലയാളികൾക്ക് എല്ലാവർക്കും അവരോടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തുകയും അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അനുശ്രീ. എന്തായാലും ഈ കുറച്ച് സമയം കൂടി ഇതിൻ്റെ ഒരു സമയക്രമത്തിൽ ഇപ്പോഴും ഒരു കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം എത്ര മണിക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒരു രാത്രിയാണോ അതോ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സമയം മാത്രം അതിൻ്റെ ഒരു നിജപ്പെടുത്താനും എല്ലാം തന്നെയുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഔദ്യോഗികം എന്ന് പറയുന്ന കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പമുള്ള ആരെങ്കിലുമോ ഏത് സമയത്തേക്കാണ് ഇവിടെ നിന്ന് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് എന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴും നിരവധി പേർ ഇവിടേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ അകത്ത് ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ നേരമായിട്ട് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് മൊബൈൽ മോർച്ചറി അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഭൗതിക ശരീരം അതിൽ കിടത്തുന്നതിന് വേണ്ടി, പൊതുദർശനം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ അത് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ വീട്ടിലെ ഒരു സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പൊതുദർശനവും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. പരിസരത്തുള്ളവർ, നിരവധിയായ ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് കൂടി പൊതുദർശനം സാധ്യമാകുന്ന രീതിയിലായിരിക്കും ഈ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുക എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി ഈ പ്രദേശത്തുള്ളവർ, ഈ തൊട്ടടുത്ത് താമസിക്കുന്നവരെല്ലാം അമ്മയുടെ പ്രിയപ്പെട്ട അയൽക്കാരാണ്. ഇവിടേക്ക് പലർക്കും തന്നെ ഇവിടേക്ക് വിലക്കുകളില്ലാതെ, ഒരു സൂപ്പർ താര പരിവേഷമില്ലാതെയാണ് മോഹൻലാൽ ഇവിടേക്ക് വരുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഇവിടേക്ക് വരുന്നവർ മോഹൻലാൽ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് ഇവിടേക്ക് എത്തുവാൻ അധികം ഒരു വിലക്കുകളോ കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാത്ത ആ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും എല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് തുടരുക. ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഭാഗ്യലക്ഷ്മി, അതീവ ദുഃഖകരമായൊരു വാർത്ത, മോഹൻലാലിൻ്റെ അമ്മ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ ഓർമ്മകളാണ് അവരുമായി പങ്കുവെക്കാനുള്ളത്?